ചിരിക്കാൻ എളുപ്പമാണ്, എന്നാൽ ചിരിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ട്. എന്നാൽ ചിലർക്ക് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ എളുപ്പമാണ്. ചാർലി ചാപ്ലിനൊക്കെ ഉദാഹരണം. അദ്ദേഹത്തിൻ്റെ സിനിമകൾ തലമുറകളായി നമ്മെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മലയാളത്തിനുമുണ്ട് അങ്ങനെ ഒരു ചാർലി ചാപ്ലിൻ. അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ട് ഒരു വർഷമായിരിക്കുന്നു. മാമുക്കോയ, മലയാളത്തിൻ്റെ ചാർലി ചാപ്ലിൻ. രൂപം കൊണ്ടും തൻ്റേതായ സ്വാഭാവിക അഭിനയം കൊണ്ടും മലയാളികളെ കുടുകൂടെ ചിരിപ്പിച്ച മലയാളത്തിൻ്റെ മാമുക്കോയ. അദ്ദേഹം നമ്മെ വിട്ടുപോയിട്ട് ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ സിനിമാക്കമ്പം മാമുക്കോയ എന്ന മലയാളിയുടെ പ്രിയപ്പെട്ട നടൻ്റെ മുന്നിൽ സ്മരണാഞ്ജലികളെ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു. ഹലോ, ഞാൻ PC ശശികുമാർ. എല്ലാവർക്കും സിനിമാ കമ്പൻ ചാനലിലേക്ക് സ്വാഗതം. മുമ്പ് കാലത്ത് കോഴിക്കോട്ടെ കല്ലായി പുഴയുടെ തീരങ്ങളിൽ ഒരുപാട് മില്ലുകൾ ഉണ്ടായിരുന്നു, മരമില്ലുകൾ. അങ്ങ് നിലമ്പൂർ വനത്തിൽ നിന്നും വെട്ടിയെടുത്ത മരങ്ങൾ പുഴയിലൂടെ ഒഴുക്കിക്കൊണ്ടുവന്ന് കല്ലായി പുഴയുടെ തീരങ്ങളിലുള്ള മില്ലുകളിൽ വെച്ച് പണിത്തരങ്ങളാക്കി വിവിധ നാടുകളിലേക്ക് അന്ന് കയറ്റി അയക്കുമായിരുന്നു. അങ്ങനെയുള്ള മില്ലുകളിൽ ഒന്നിൽ ഒരു പണിക്കാരനായി ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന ജോലി മരം അളക്കുക, മരത്തിൻ്റെ ഗുണം നോക്കുക, മരത്തിന് നമ്പർ ഇടുകയൊക്കെ ആയിരുന്നു. തുച്ഛമായ വരുമാനമായിരുന്നു അന്ന് കിട്ടിയിരുന്നത്. ഇതുകൂടാതെ ഒഴിവ് സമയങ്ങളിൽ അദ്ദേഹം നാടകം കളിക്കാൻ പോകുമായിരുന്നു. നാടകത്തിനോടുള്ള അദമ്യമായ അഭിനിവേശമൊന്നും ആയിരുന്നില്ല ആ നാടകം കളിക്കുള്ള പ്രധാന കാരണം. അങ്ങനെ കളിച്ചു കിട്ടുന്ന ചെറിയ തുക കൊണ്ട് കുടുംബ പ്രാരാബ്ധങ്ങൾ കുറയ്ക്കുന്നതിന് ഒരു സഹായമാകുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് അദ്ദേഹം നാടകം കളിക്കാൻ പോയത്. വാസു പ്രദീപ്, KT മുഹമ്മദ് തുടങ്ങിയ നാടക പ്രവർത്തകരുടെ കൂടെയായിരുന്നു അദ്ദേഹം. ആ ഇടെയാണ് നിലമ്പൂർ ബാലൻ എന്ന നാടക പ്രവർത്തകൻ അന്യരുടെ ഭൂമി എന്ന നാടകം സിനിമയാക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ആദ്യമായി ഈ ചെറുപ്പക്കാരൻ സിനിമയിൽ അഭിനയിച്ചു. മാമുക്കോയ. മാമുക്കോയുടെ സിനിമാ ജീവിതം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. എന്നാൽ സിനിമയിൽ അഭിനയിച്ചെങ്കിലും സിനിമയിൽ തന്നെ സ്ഥിരമായി നിൽക്കാമെന്നോ സിനിമയിലൂടെ തൻ്റെ ജീവിതം പച്ചപിടിപ്പിക്കാമെന്നോ അദ്ദേഹം ഒരിക്കലും മോഹിച്ചിരുന്നില്ല. കാരണം സിനിമയുടെ കോണളവുകൾക്ക് പറ്റിയ ഒരു രൂപമല്ല അദ്ദേഹത്തിൻ്റെ എന്ന് അദ്ദേഹം തന്നെ അദ്ദേഹത്തെ പറ്റി പറയാറുണ്ടായിരുന്നു. തൻ്റെ രൂപത്തെ ഒരു മിനിറ്റ് പോലും കണ്ണാടിയിൽ നോക്കി നിൽക്കാൻ എനിക്ക് കഴിയാറില്ല എന്നാണ് മാമുക്കോയ തന്നെ പറ്റി പറഞ്ഞത്. അങ്ങനെ ഒരു മിനിറ്റ് പോലും തൻ്റെ രൂപത്തെ നോക്കി നിൽക്കാൻ കഴിയാത്ത മാമുക്കോയുടെ രൂപം നമ്മൾ പ്രേക്ഷകർ എത്രയോ കാലങ്ങളായി മണിക്കൂറുകളോളം നോക്കി ആസ്വദിച്ചു എന്നുള്ളത് മറ്റൊരു കാര്യം. പിന്നീട് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ശുപാർശയിൽ സുറുമയിട്ട കണ്ണുകൾ എന്ന സിനിമയിലും ചെറിയൊരു റോൾ അദ്ദേഹത്തിന് കിട്ടി. വലിയ സിനിമാ മോഹങ്ങളൊന്നും ഇല്ലാത്തതിനാൽ അപ്പോഴും അദ്ദേഹം നാടകവുമായി തുടർന്നു. പിന്നീടാണ് സത്യൻ അന്തിക്കാടിന്റെ ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാമെന്ന സിനിമയിൽ ഒരു മുസലിയാരുടെ ഒരു റോൾ അദ്ദേഹത്തിന് കിട്ടിയത്. ആ കഥാപാത്രത്തെ അഭിനയിച്ചതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. മലയാള സിനിമയുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഭാഗമായി മാമുക്കോയ മാറുകയായിരുന്നു. 500ഓളം സിനിമകളിൽ മാമുക്കോയ അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്രയധികം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ കിട്ടിയ സ്ക്രീൻ സ്പേസ് എന്ന് പറയുന്നത് 5-10 മിനിറ്റിൽ താഴെ മാത്രമാണ്. സിനിമയിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ കിട്ടിയ സ്ക്രീൻ സ്പേസ് വളരെ കുറവാണെങ്കിലും പ്രേക്ഷകരുടെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ കിട്ടിയ സ്ക്രീൻ സ്പേസ് വളരെയധികമാണ്. അത് അനശ്വരമായി ഒരു കാലത്തും മായാതെ പ്രേക്ഷകൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതാണ്. എങ്ങനെയാണ് നമുക്ക് 2 ഓട്ടോറിക്ഷയിൽ ഒരേ സമയം സഞ്ചരിക്കുന്ന റാംജി റാവു സ്പീക്കിങ്ങിലെ ഹംസക്കോയയെ മറക്കാൻ കഴിയുക? ക്യാ ഫുൾ ബോട്ടിൽ ക്യാ ഹാഫ് ബോട്ടിൽ എന്ന് ചോദിക്കുന്ന സന്ദേശത്തിലെ പൊതുവാളിനെ നമുക്ക് എപ്പോഴെങ്കിലും മറക്കാൻ കഴിയുമോ? അസ്സലാമു അലൈക്കും വ അലൈക്കും അസ്സലാം എന്ന് പറഞ്ഞുകൊണ്ട് അറബി ഭാഷ മുഴുവൻ 2 വാചകങ്ങളിൽ ഗൾഫിൽ പോകാൻ വേണ്ടി തയ്യാറായ ദാസനെയും വിജയനെയും പഠിപ്പിക്കുന്ന നാടോടിക്കാട്ടിലെ ഗഫൂർ ഖാ ദോസ്തിനെ നമുക്ക് മറക്കാൻ കഴിയുമോ? അങ്ങനെ എത്രമാത്രം കഥാപാത്രങ്ങൾ കൺകെട്ടിലെ കീലേരി അച്ചു, ചന്ദ്രലേഖയിലെ ബീരാൻ തുടങ്ങി ഒരുപാട് കഥാപാത്രങ്ങൾ കുറഞ്ഞ സ്ക്രീൻ സ്പേസിലാണെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ ഒരു കാലത്തും മായാത്ത രീതിയിൽ തങ്ങി നിൽക്കുന്നു. അഭിനേതാവിൽ നിന്നും കഥാപാത്രത്തിലേക്കുള്ള പരകായ പ്രവേശമാണ് മഹത്തായ അഭിനയമെന്ന് നാം പൊതുവെ പറയാറുണ്ട്. എന്നാൽ മാമുക്കോയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും സംഭവിക്കുന്നേയില്ല. എല്ലാ കഥാപാത്രങ്ങളും മാമുക്കോയായിട്ട് തന്നെ തുടരുകയാണ് ചെയ്തത്. ഒരിക്കലും തന്നെ മാമുക്കോയ കഥാപാത്രങ്ങളായി മാറാതെ കഥാപാത്രങ്ങളെ മുഴുവൻ മാമുക്കോയാക്കി മാറ്റുകയാണ് അദ്ദേഹം ചെയ്തത്.
ഇങ്ങനെ കഥാപാത്രങ്ങളെ മുഴുവൻ താനായി മാറ്റുന്നതിലൂടെ പ്രേക്ഷക സമൂഹത്തിന് ഒരിക്കലും പറ്റാത്ത ഒരു നവ്യമായ ആസ്വാദനം നൽകാൻ കഴിഞ്ഞെന്നാണ് മാമുക്കോയുടെ പ്രത്യേകത. മാമുക്കോയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സംഭാഷണ ശൈലിയാണ്. അദ്ദേഹം തൻ്റെ നിത്യജീവിതത്തിൽ സംസാരിക്കുന്നത് പോലെയുള്ള കോഴിക്കോടൻ മാപ്പിള ഭാഷ സംഭാഷണ ശൈലിയാണ് സിനിമയിലെ കഥാപാത്രങ്ങൾക്കും അദ്ദേഹം നൽകിയിരിക്കുന്നത്. കുതിരവട്ടം അപ്പുവിനെ പോലെയുള്ള ചില നടന്മാർ ആ ഭാഷാശൈലി സിനിമയിൽ കൊണ്ടുവന്നെങ്കിലും അത് വളരെ സൂക്ഷ്മമായും കൃത്യമായും കൊണ്ടുവന്നത് മാമുക്കോയോടുകൂടിയാണ്. അതുപോലെ സിനിമയിലെ സംഭാഷണ ഭാഷ എന്നത് മുഖ്യമായും തിരുവിതാംകൂർ ശൈലിയിലുള്ളതായിരുന്നു. പിന്നീട് ഈ അടുത്ത കാലങ്ങളായി സിനിമയിലെ സംഭാഷണ ശൈലികളൊക്കെ മാറുകയും അത് കൂടുതൽ പ്രാദേശികമാവുകയും ചെയ്തു. കാസർഗോഡൻ ഭാഷയും കണ്ണൂർ ഭാഷയും മലപ്പുറം ഭാഷയൊക്കെ ഉള്ള അതിലൊക്കെ ഇറങ്ങിയ ഒരുപാട് സിനിമകൾ പിന്നീട് ഇറങ്ങുകയുണ്ടായി. സിനിമയിലെ പ്രാദേശിക ഭാഷാ ശൈലിയുടെ തുടക്കക്കാരിൽ ഒരാളാണ് മാമുക്കോയ. തൻ്റെ പ്രാദേശിക സംഭാഷണ രീതി കൊണ്ടും അഭിനയ രീതി കൊണ്ടും മലയാളികളെ ഒന്നാകെ കൊടുകുടെ ചിരിപ്പിച്ച മാമുക്കോയുടെ ഓർമ്മകൾക്ക് മുന്നിൽ സിനിമാ കമ്പം പ്രണമിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം.